നമസ്തേ. നമ്മൾ ശ്രീ മുരുകൻ്റെ കഥകളാണ് ഇവിടെ പറയുന്നത്. ഇന്ന് 7ാമത്തെ ഭാഗമാണ് പറയുന്നത്. അപ്പോൾ അസുര ചക്രവർത്തിയായ ശൂരപത്മാസുരനെ നിഗ്രഹിക്കാൻ അവതരിച്ചവനാണ് ശ്രീ മുരുകൻ. മഹാദേവനിൽ നിന്ന് പ്രവഹിച്ചതും അഗ്നിയും വായുവും ചേർന്ന് ഗംഗയിൽ നിക്ഷേപിച്ചതുമായ ഷഡ്ജീവ ജ്യോതിസുകളാൽ അവതീർണനായവൻ. ശരവണപ്പൊയ്കയിലെ ചെന്താമരപ്പൂവിൽ 1000 സൂര്യന്മാർ ഒരുമിച്ചുദിച്ച ഉജ്ജ്വല ശോഭയോടെ മന്ദസ്മിതം തൂകിയ ആറുമുഖൻ. കൃത്തികന്മാർ പാലൂട്ടിയ ജ്ഞാനസ്വരൂപൻ. സപ്തസമുദ്രങ്ങളെ ഒന്നാക്കി പ്രളയപയോധി സൃഷ്ടിച്ചും പർവ്വതങ്ങളെ ഇളക്കി മാറ്റി കൈലാസത്തിനു ചുറ്റും സ്ഥാപിച്ചും മായാലീലകളിൽ മുഴുകിയ അത്ഭുത ബാലൻ. ശക്തിവേലിനെ ആയുധമാക്കിയവനും മയിലിനെ വാഹനമാക്കിയവനും കുക്കുടത്തെ ധജരൂപമാക്കിയവനുമായ ദിഗ്വിജയി, ശിവശക്തി ചൈതന്യമായ ദേവസേനാപതി. അപ്പോൾ സ്കന്ദപുരാണം ആധാരമാക്കി ശ്രീ മുരുകൻ്റെ കഥകൾ ലളിതവും സരസവുമായിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതെല്ലാവരും കേൾക്കുക. ഈ ഭാഗത്തിൽ ശൂരമുരുക യുദ്ധമാണ് പറയുന്നത്. ശ്രീ മുരുകൻ യുദ്ധത്തിനൊരുങ്ങി. ബ്രഹ്മൻ, വിഷ്ണു, ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ മുരുകനെ സ്തുതിച്ചു. നാരദൻ, തപ്തർ തുടങ്ങിയ മുനിവൃന്ദം സ്തോത്രം ചൊല്ലി വന്ദിച്ചു. കിന്നര വിദ്യാധര ഗന്ധർവന്മാർ മുരുകൻ്റെ അപദാനങ്ങളെ പ്രകീർത്തിച്ചു. അടർക്കളത്തിൽ എല്ലാ ഭൂതഗണങ്ങളും 1,08,000 വീരന്മാരും വീരബാഹുവും ശ്രീ മുരുകനൊപ്പം അണിനിരന്നു. അങ്ങനെ യുദ്ധം ആരംഭിച്ചു. അതിശൂരൻ്റെയും അസുരേന്ദ്രൻ്റെയും മുന്നിൽ ഭൂതസൈന്യം പകച്ചു നിന്നു. അസുരകുമാരന്മാർ ഭൂതസൈന്യത്തെ അസ്ത്രങ്ങൾ പ്രയോഗിച്ച് അരിഞ്ഞു വീഴ്ത്താൻ തുടങ്ങിയപ്പോൾ അവർ ഉഗ്രൻ്റെയും വീരബാഹുവിൻ്റെയും നേതൃത്വത്തിൽ പാറക്കൂട്ടങ്ങളും മലകളും വൻമരങ്ങളും എടുത്തെറിഞ്ഞ് അസുരന്മാരോട് ഏറ്റുമുട്ടി. അസുരന്മാർ ആയുധങ്ങൾ പ്രയോഗിച്ച് അവയെ നശിപ്പിച്ചു. തുല്യശക്തികൾ തമ്മിലുള്ള ഘോരയുദ്ധം. ഭൂതഗണങ്ങൾ അസുരന്മാരെ മുകളിലോട്ടെറിഞ്ഞു. അവർ ഭൂമിയിൽ പതിച്ച് കാലഗതി പ്രാപിച്ചു. ആനകളെയും കുതിരകളെയും തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് കൊന്നു. അസുരന്മാരെ പീഡിപ്പിക്കുന്നത് കണ്ട് കോപത്തോടെ അതിശൂരൻ ഭൂതസൈന്യത്തിനു നേരെ പാഞ്ഞെടുത്തു. അസ്ത്രവർഷം ചൊരിഞ്ഞു. അതിശൂരൻ അയച്ച അസ്ത്രങ്ങളെ ഉഗ്രൻ കൈകളാൽ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ദണ്ഡായുധം കൊണ്ട് മാറിൽ ഊക്കിലടിച്ച് കവചം പിളർന്നു. അസുരൻ അയച്ച ആഗ്നേയാസ്ത്രം അഗ്നിജ്വാലകളായി മാറി ഭൂതസേനയെ ഭയപ്പെടുത്തി ഓടിച്ചു. അപ്പോൾ ഉഗ്രൻ സ്കന്ദമൂർത്തിയെ മനസ്സിൽ ധ്യാനിച്ച് ആഗ്നേയാസ്ത്രം പിടിച്ചെടുത്ത് വായ്ക്കുള്ളിലാക്കി. കത്തിയാളുന്ന അഗ്നിജ്വാലകൾ മുരുകൻ്റെ അനുഗ്രഹം കൊണ്ട് നിശേഷം കെട്ടടങ്ങി. ആഗ്നേയാസ്ത്രം ഭക്ഷിക്കുകയോ? അതിശൂരൻ അത്ഭുതപ്പെട്ടു. അസുരൻ വരുണാസ്ത്രം അയച്ചു. തിരമാലകൾ പോലെ അസ്ത്രം പാഞ്ഞെടുത്തു. മുരുകൻ്റെ കടാക്ഷം കൊണ്ട് ഉഗ്രൻ അവയെയും തൻ്റെ വായ്ക്കകത്താക്കി ഭൂതഗണങ്ങളെ രക്ഷിച്ചു. പിന്നീട് അസുരൻ നാരായണാസ്ത്രം അയച്ചു. അതുകൊണ്ടും ഫലമുണ്ടായില്ല. ബ്രഹ്മനും വിഷ്ണുവും ഇന്ദ്രനു പോലും ദിവ്യാസ്ത്രങ്ങളെ തടയാൻ കഴിയില്ല. ഈ അത്ഭുതമൂർത്തിയാകട്ടെ അവയെല്ലാം നിഷ്ഫലമാക്കിയിരിക്കുന്നു. ആരാണിവൻ? അസുരൻ വ്യാകുലചിത്തനായി ആലോചനയിലാണ്ടു. ഉഗ്രൻ ശിവഭക്തനാണ്. ലോകം മുഴുവൻ നശിപ്പിക്കാനുള്ള ശക്തി മഹാദേവൻ അവന് നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. ശിവസുതന് ഏറ്റവും ഇഷ്ടപ്പെട്ട സേനാനായകൻ. മുൻപ് ഇവൻ മഹാവിഷ്ണു അയച്ച മഹാസുദർശന ചക്രം ഇപ്രകാരം ഭക്ഷിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. അസുരനാവട്ടെ അപ്പോൾ പാശുപതാസ്ത്രം അയച്ചു. വിഷസർപ്പങ്ങളെ വിതറിക്കൊണ്ട് ദിവ്യാസ്ത്രം കത്തിജ്വലിച്ച് ഉഗ്രന് നേരെ പാഞ്ഞെടുത്തു. തെല്ലു പരിഭ്രാന്തനായ ഉഗ്രൻ പരമശിവനെ ധ്യാനിച്ച് പഞ്ചാക്ഷര മന്ത്രം ജപിച്ചു നിന്നു. പഞ്ചാക്ഷര മന്ത്രം ചൊല്ലി നിൽക്കുന്ന ഉഗ്രനെ വലയം ചെയ്തിട്ട് ആ ദിവ്യാസ്ത്രം അങ്ങ് തിരിച്ചുപോയി നേരെ ശിവസന്നിധിയിലേക്ക്. അപ്പോൾ പരമശിവൻ അനുഗ്രഹിച്ച് നൽകിയ പാശുപതാസ്ത്രം കൊണ്ടും ഫലം കിട്ടാതെ വന്നപ്പോൾ അസുരന്മാർ അമ്പരന്നു. അവർ ഇങ്ങനെ ഭയവിഹ്വലരായി തീർന്നു. ദേവകൾ ഉഗ്രനെ പുഷ്പവൃഷ്ടി ചെയ്തു. ദേവന്മാരുടെ ഈ അംഗീകാരം കണ്ടു നിൽക്കാൻ അതിശൂരന് കഴിഞ്ഞില്ല. അവനൊരു വലിയ ദണ്ട് കയ്യിലെടുത്ത് അസഭ്യം ചൊരിഞ്ഞ് ഉഗ്രന് നേരെ കുതിച്ചു. ഉഗ്രൻ ഞൊടിയിടയിൽ മറ്റൊരു ദണ്ടുമേന്തി ചാടിയെടുത്ത് ഇങ്ങനെ അസുരനെ അടിച്ചു കൊന്നു. ഭൂതസേനയും ദേവകളും ആഹ്ലാദത്തിൽ അമർന്നു. മരണവാർത്ത താരകപുത്രൻ അസുരേന്ദ്രൻ അറിഞ്ഞു. രഥത്തിലേറി സൈന്യസമേതം നിമിഷങ്ങൾക്കകം അടർക്കളത്തിലെത്തി പേമാരി പോലെ അവൻ അസ്ത്രങ്ങൾ വർഷിച്ചു. അത് തടുക്കുവാനാകാതെ ഭൂതസൈന്യം ചിന്നിച്ചിതറി ഓട്ടം തുടങ്ങി. വാർത്തയറിഞ്ഞ് ഭൂതസൈന്യാധിപൻ കനകൻ ഓടിയെത്തി. പിന്നെ കനകനും അസുരേന്ദ്രനുമായിട്ട് ഏറ്റുമുട്ടി. ഗംഭീര യുദ്ധം നടന്നു. അസുരന്റെ അസ്ത്രവർഷം തടുക്കുവാൻ കഴിയാതെ കനകൻ ബോധമറ്റ് തളർന്നു വീണു. അത് കണ്ട് ഉന്മത്തൻ വലിയ ഒരു മലയും കൊണ്ടുവന്ന് അസുരന്റെ രഥം തകർത്തു. കുതിരകളെ കൊന്നു. അസുരേന്ദ്രൻ ക്രുദ്ധനായി അസ്ത്രങ്ങൾ ചൊരിഞ്ഞു ഉന്മത്തനെ പരാജയപ്പെടുത്തി. ഭൂതനാഥൻ ബോധമില്ലാതെ തളർന്നു വീണു. പിന്നീട് ഭൂതനായകന്മാരായ മത്തൻ, സിംഹൻ, ദണ്ഡകൻ, സോമകൻ, വിജയൻ മുതലായവർ അസുരന്മാരോട് ഏറ്റുമുട്ടി. എല്ലാവരും പരാജയപ്പെട്ടു. പരാജയം സഹിക്കാൻ വീരബാഹുവിന് കഴിഞ്ഞില്ല. കുപിതനായി വീരബാഹു അസുരേന്ദ്രൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തു.
ഗണനായകന്റെ അസ്ത്രങ്ങളേറ്റ അസുരന്റെ ശരീരം മുറിഞ്ഞ് രക്തമൊഴുകാൻ തുടങ്ങി. അവൻ ഉടനെ വീരബാഹുവിന്റെ വില്ല് മുറിച്ചു. വീരബാഹു മറ്റൊരു വില്ലെടുത്ത് അസ്ത്രങ്ങൾ വർഷിച്ചു. രഥം, കിരീടം, സാരഥി, കുതിരകൾ എല്ലാം നശിക്കപ്പെട്ടു. രണ്ടുപേരും ആകാശത്തേക്ക് ഉയർന്നു. ആകാശലോകം അടർക്കളമായി. വീരബാഹു തന്റെ ബലിഷ്ഠമായ കൈകൾ കൊണ്ട് അസുരന്റെ ശിരസറുത്തു. അസുരേന്ദ്രൻ യമലോകം പ്രാപിച്ചു. യുദ്ധത്തിൽ അസുരേന്ദ്രനും അതിശൂരനും മരിച്ചപ്പോൾ പ്രളയാഗ്നി പോലെ അസുര ചക്രവർത്തി ശൂരപത്മാസുരൻ കത്തിജ്വലിച്ചു. ഞാണൊലി മുഴങ്ങി. അപ്പോ ബ്രഹ്മാവിഷ്ണു ദേവന്മാർ, ദേവേന്ദ്രനും മുതലായ ദേവന്മാർ പോലും അത് കേട്ട് നടുങ്ങി. ശൂരപത്മാവും ഭൂതസൈന്യവും തമ്മിൽ ഗംഭീര യുദ്ധം ആരംഭിച്ചു. നവവീരന്മാർ ഓരോരുത്തരായി അസുര ചക്രവർത്തിയോട് ഏറ്റുമുട്ടി. വീരമാർത്താണ്ഡൻ, വീരരാക്ഷസൻ, വീരമഹേന്ദ്രൻ, വീരധീരൻ, വീരമഹേശ്വരൻ, വീരകേസരി, വീരപുരന്ദരൻ, വീരാന്തകൻ എന്നീ 8 പേരും യുദ്ധത്തിൽ പരാജയപ്പെട്ടു. ഇനി താമസിച്ചുകൂടാ. വീരബാഹു ഉടനെ ശൂരപത്മനോട് ഏറ്റുമുട്ടാൻ പാഞ്ഞെടുത്തു. വീരബാഹുവിന്റെ വരവ് കണ്ട് അസുര ചക്രവർത്തി അവനെ കളിയാക്കി. തന്റെ ദൂതനായി ഇരുന്നാൽ രക്ഷിക്കാമെന്നും അല്ലെങ്കിൽ കൊന്നുകളയുമെന്നും ഭീഷണിപ്പെടുത്തി. വിലയില്ലാത്ത വാക്കുകൾ പുലമ്പാതെ യുദ്ധത്തിനൊരുങ്ങാൻ വീരബാഹു ചക്രവർത്തിയെ വെല്ലുവിളിച്ചു. അങ്ങനെ രണ്ടുപേരും പരസ്പരം ശരമാരി തൂകി. അസ്ത്രങ്ങൾക്ക് മറുപടി ഇരട്ടി അസ്ത്രങ്ങൾ കൊണ്ട് തന്നെ നൽകി. പക്ഷേ വീരബാഹു അസുരന്റെ മാറിലേക്ക് അയക്കുന്നവയൊന്നും ഫലവത്തായില്ല. അവ അസുരന്റെ മാറിൽ തട്ടി പാറയിൽ പതിച്ച് ഇങ്ങനെ സൂചി പോലെ പൊടിഞ്ഞ് നിഷ്ഫലമായിപ്പോയി. വീരബാഹുവിന്റെ അസ്ത്രങ്ങൾക്ക് ശൂരപത്മാസുരനെ തോൽപ്പിക്കാൻ അസാധ്യമാണെന്ന് വ്യക്തമായി. ഇനി എന്തു വേണം? ശ്രീ മുരുകനെ ധ്യാനിച്ചു. വേലായുധം കൊണ്ട് തന്നെ അസുരനെ വധിക്കാൻ അപേക്ഷിച്ചു. യുദ്ധം വീണ്ടും തുടർന്നു. അസുര ചക്രവർത്തി അയച്ച ബാണങ്ങളെ വീരബാഹു മുറിച്ചു തള്ളി. പിന്നീട് 8 ദിവ്യാസ്ത്രങ്ങൾ ഒന്നിച്ച് വീരബാഹുവിന് നേരെ അയച്ചു. അത് മാറിലേക്ക് പാഞ്ഞെടുത്തപ്പോൾ വീരബാഹു അവയെ മുറിച്ചു കളഞ്ഞു. ശരവർഷം തൂകിയ അസുരന്റെ രഥവും സാരഥിയെയും തകർത്തുവെങ്കിലും അസുരൻ ഉടനെ മറ്റൊരു രഥത്തിലേറി പുതിയ സാരഥിയുമായി അസ്ത്രങ്ങൾ വർഷിച്ചു. വീരബാഹു അസുരന് നേരെ വായവ്യാസ്ത്രവും ആഗ്നേയാസ്ത്രവും അയച്ചു. രണ്ടും ശൂരപത്മാവിന്റെ ശരീരത്തിൽ തട്ടി പൊടിഞ്ഞുപോയി. പിന്നീട് ഐന്ദ്രാസ്ത്രവും വരുണാസ്ത്രവും അയച്ചു. അതും നിഷ്ഫലമായി. ബ്രഹ്മാസ്ത്രവും നാരായണാസ്ത്രവും തൊടുത്തുവിട്ടു. എല്ലാ ദിവ്യായുധങ്ങളും പ്രയോജനരഹിതം. അതിനെല്ലാം അതീതനാണ് ശൂരപത്മൻ. അസുരന്റെ അത്യത്ഭുതകരമായ ബലം കണ്ട് ഭൂതഗണങ്ങൾ ഇങ്ങനെ മിഴിച്ചു നിന്നു. വീരബാഹു അവസാനമായി പാശുപതാസ്ത്രം ജപിച്ച് അസുരന് നേരെ പ്രയോഗിച്ചു. പാശുപതാസ്ത്രം പാഞ്ഞെടുത്തപ്പോൾ അതേ അസ്ത്രം തന്നെ വീരബാഹുവിന്റെ നേർക്കും അസുരൻ പ്രയോഗിച്ചു. 2 പാശുപതാസ്ത്രങ്ങളും ഉഗ്രമായ ശബ്ദത്തോടെ ആകാശത്ത് ഏറ്റുമുട്ടി. ഒടുവിൽ അവ രണ്ടും തൊടുത്തു വിട്ടവരുടെ അടുത്തു തന്നെ മടങ്ങിയെത്തി. തൻ്റെ ബലത്തിൽ അഹങ്കരിച്ച ശൂരപത്മൻ ദണ്ഡായുധം കൊണ്ട് വീരബാഹുവിൻ്റെ ഇങ്ങനെ മാറിടത്തിൽ അടിച്ചു. ബോധമറ്റ് ഭൂതഗണ സൈന്യാധിപൻ നിലംപതിച്ചു. ഉടനെ വിശാലൻ എന്ന സാരഥി ഓടിയെത്തി വീരബാഹുവിനെ രഥത്തിലേറ്റി കൊണ്ടുപോയി. വീരബാഹു അപ്രത്യക്ഷനായപ്പോൾ ശൂരപത്മാവ് ജയഭേരി മുഴക്കിയ അസ്ത്രങ്ങൾ വർഷിച്ച് ഭൂതഗണങ്ങളെ വിരട്ടി ഓടിച്ചു. അപ്പോൾ സർവരും പ്രാണനും കൊണ്ട് ഓടി. വീരബാഹുവിൻ്റെ പരാജയ വാർത്ത അറിഞ്ഞ ശ്രീ മുരുകൻ വായുദേവനെ വരുത്തി രഥത്തിലേറി. ഒരു നിമിഷം കൊണ്ട് മുരുകൻ പോർക്കളത്തിലെത്തി. ശൂരപത്മാവ് മുരുകനെ വെല്ലുവിളിച്ചുകൊണ്ട് അസുരന്മാരുടെ മധ്യത്തിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. മുരുകൻ ബാലനാണ്, ഒന്നും അറിയാത്തവനാണ്. അസുരൻ കളിയാക്കി. ബ്രഹ്മാവിഷ്ണു ദേവേന്ദ്രന്മാർക്ക് പോലും ഭയമുണ്ടാക്കുന്നവനാണ് താനെന്ന സത്യം ആ ബാലന് അറിയാമായിരുന്നെങ്കിൽ ഈ സാഹസത്തിന് മുതിരുമോ? മുരുകൻ അത് കേട്ടിട്ടൊന്നും പ്രതികരിച്ചില്ല. മന്ദസ്മിതം പൊഴിക്കുക മാത്രം ചെയ്തു. അസ്ത്രം കൊണ്ടാവണം ഇതിന് മറുപടി പറയേണ്ടതെന്ന് നിശ്ചയിച്ചു. പരസ്പരം അസ്ത്രങ്ങൾ വർഷിച്ചുകൊണ്ട് ശൂരമുരുകയുദ്ധം ആരംഭിച്ചു. അങ്ങനെ ശ്രീ മുരുകൻ അസുരപ്പടയുടെ നേരെ ചക്രായുധം പ്രയോഗിച്ചു. എണ്ണമറ്റ അസുരന്മാർ ചത്തുവീണു. മനുഷ്യ മാംസത്തിനായി യുദ്ധക്കളത്തിലേക്ക് കഴുകനും കാക്കയും പരുന്തും പാഞ്ഞെത്തി. സർവത്ര മാംസപിണ്ഡങ്ങൾ ചിതറിക്കിടക്കുന്നു. അവയ്ക്ക് ചുറ്റും പക്ഷികൾ വട്ടമിട്ടു പറക്കുന്നു. പടക്കളം നിശ്ചലം. തൻ്റെ ചുമതല തീർന്ന മട്ടിൽ ശ്രീചക്രം മുരുകന്റെ മുന്നിൽ വണങ്ങി നിന്നു. ശ്രീചക്രം ബാലന് വണങ്ങുകയോ? അസുര ചക്രവർത്തി ആശ്ചര്യപ്പെട്ടു. താൻ കണ്ട കാഴ്ച അസുരന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഉടനെ ബ്രഹ്മാസ്ത്രം തൊടുത്തുവിട്ടു. ഭീതി പരത്തിക്കൊണ്ട് അസ്ത്രം ദേവന്മാർക്കു നേരെ പാഞ്ഞെടുത്തു. സ്കന്ദന്റെ വേൽ വായും പിളർത്തി അസ്ത്രത്തെ അകത്താക്കി. തുടർന്ന് അസുരൻ അയച്ച വൈഷ്ണവാസ്ത്രത്തിന്റെ സ്ഥിതിയും ഇതുതന്നെ.
ശൂരപത്മാവ് കുപിതനായി പാശുപതാസ്ത്രം അയച്ചു. സർവർക്കും ഉൾക്കിടിലം പകർന്ന് ഉഗ്രശബ്ദത്തോടെ അസ്ത്രം കുമാരനു നേരെ പാഞ്ഞെടുത്തു. പുത്രനു നേരെ പിതാവിൻ്റെ ബാണം. മുരുകൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് കൈനീട്ടി ശിവബാണത്തെ പിടിച്ചെടുത്തു. പാശുപതാസ്ത്രത്തെ പരാജയപ്പെടുത്താൻ പരമേശ്വര ശക്തിക്ക് മാത്രമേ കഴിയൂ. ബാലൻ നിസാരനല്ല. എന്തു വേണമെന്നറിയാതെ ശൂരപത്മാസുരൻ മിഴിച്ചു നിന്നു. മടിച്ചു നിൽക്കേണ്ട. ജയന്തനെയും ദേവന്മാരെയും വിട്ടയച്ച് ധിക്കാരം അവസാനിപ്പിക്കൂ. വീണ്ടും ഏറ്റുമുട്ടാൻ തന്നെയാണ് ഉദ്ദേശമെങ്കിൽ സഹോദരൻ താരകനെ വധിച്ച പോലെ വേലായുധം കൊണ്ട് നിന്നെയും നിഗ്രഹിക്കാൻ മടി കാണിക്കില്ല. ശ്രീ മുരുകൻ അസുരനോട് അരുളി ചെയ്തു. അതിന് ശൂരപത്മൻ മറുപടി പറഞ്ഞില്ല. ബാലനോട് പരാജയപ്പെട്ടതിൻ്റെ അപമാനഭാരത്താൽ അസുരൻ വീണ്ടും ശക്തി സംഭരിച്ച് യുദ്ധം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. താൻ മരണമില്ലാത്തവനാണ്. അത് ബാലൻ മറന്നുപോയി കാണും. അസുരൻ മായാപ്രയോഗത്താൽ പടക്കളത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. അസുരന്റെ ഒളിച്ചോട്ടത്തിൽ സന്തോഷിച്ച് ദേവന്മാരും ഭൂതഗണങ്ങളും ആർത്തു വിളിച്ച് ജയ ജയാരവം മുഴക്കി ആനന്ദ നൃത്തം ചെയ്തു. ത്രിമൂർത്തികളും ദേവന്മാരും മുരുകനെ സ്തുതിച്ചു. 108 വീരന്മാരും ഭൂതഗണങ്ങളും മുരുക സന്നിധിയിലേക്ക് തിരിച്ചു. അവർ ശൂരനഗരം കൊള്ളയടിക്കുന്നതിനും കോട്ടകൾ തകർക്കുന്നതിനും തീരുമാനിച്ചു. അസുരന്മാർ ഒളിച്ചിരുന്ന കൂറ്റൻ ഗോപുരം ഭൂതഗണങ്ങൾ പറിച്ചെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞു. സമുദ്രജലം ഉയർന്നു പൊങ്ങി ശൂരനഗരം വെള്ളത്തിനടിയിലായി. ഭൂതഗണങ്ങളെ ഭയപ്പെട്ട് ഗോപുരത്തിൽ ഒളിച്ചിരുന്ന അസുരന്മാർ ഒന്നടങ്കം മുങ്ങി മരിച്ചു. പടക്കളത്തിൽ നിന്ന് തോറ്റുമടങ്ങിയ ശൂരപത്മൻ ഏറെ അസ്വസ്ഥനായിരുന്നു. ജീവിതത്തിലെ ആദ്യത്തെ പരാജയം. അയാൾക്ക് ഉറക്കമില്ല. ആരോടും സംസാരിക്കാൻ താല്പര്യവും ഇല്ല. ഒറ്റ ചിന്ത മാത്രം, എങ്ങനെയും മുരുകബാലനെ പരാജയപ്പെടുത്തണം. പിതാവ് പടക്കളത്തിൽ നിന്ന് തിരിച്ചെത്തിയ വാർത്ത ഭാനുഗോപൻ അറിഞ്ഞു. താൻ ജീവിച്ചിരിക്കുമ്പോൾ പിതാവ് പരാജയപ്പെടുകയോ? അവന് സഹിക്കാൻ കഴിയില്ല. യുദ്ധത്തിൽ സർവ്വവിജയം നേടുന്നതിന് അനുഷ്ഠിച്ചിരുന്ന യജ്ഞം അവസാനിപ്പിച്ച് അവൻ പിതാവിൻ്റെ അടുത്തു ചെന്നു. പരസ്പരം അനുഭവ വൃത്താന്തങ്ങൾ പങ്കുവച്ചു. യുദ്ധം തുടരുക തന്നെ രണ്ടുപേരും തീരുമാനിച്ചു. അസുരശില്പികളെ വരുത്തി നഗരം വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കാൻ ഏർപ്പാട് ചെയ്തു. മഹാകായാസുരനെ ഇങ്ങനെ നഗരത്തിന് കാവൽ നിർത്തുകയും ചെയ്തു. ഭാനുഗോപൻ മുത്തശ്ശിയായ മായയെ ധ്യാനിച്ച് യുദ്ധവിജയത്തിനായി പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും അസുര മുത്തശ്ശി പ്രത്യക്ഷപ്പെട്ടു. പോരാട്ടത്തിന് ഒരുങ്ങി നിൽക്കുന്ന ഭാനുഗോപന് മായാദേവി ദിവ്യാസ്ത്രം നൽകി. യുദ്ധത്തിൽ നിന്ന് വിജയം വരിക്കുമെന്ന് അനുഗ്രഹിച്ചു. ഭാനുഗോപൻ യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുകയാണെന്ന വിവരം അറിഞ്ഞ ഉടനെ വീരബാഹു മുരുകന്റെ അടുത്തേക്ക് ചെന്നു. മുരുകൻ വീരബാഹുവിനെയും ഭൂതഗണങ്ങളെയും അനുഗ്രഹിച്ച് യുദ്ധത്തിനയച്ചു. രണ്ടുപേരും തമ്മിൽ ഉഗ്രയുദ്ധം നടന്നു. അസുര സൈന്യത്തിന്റെ ആക്രമണത്തിൽ ഭൂതസേനകൾക്ക് വലിയ നാശം സംഭവിച്ചു. കോപിഷ്ഠരായ ഭൂതഗണങ്ങൾ അസുരന്മാരെ ഇങ്ങനെ നിർദ്ദയം കൊന്നൊടുക്കി. നിരവധി പേരെ കടലിലെറിഞ്ഞു. അത് കണ്ട് ഭാനുഗോപൻ അകലെ നിന്ന് കുതിച്ചെത്തി. വീരബാഹുവും വിട്ടുകൊടുത്തില്ല. അസുരന്റെ മുന്നിൽ രഥം നിർത്തി അവനോട് ഏറ്റുമുട്ടി. അസുരന്റെ രഥം തകർത്തു. സാരഥിയെ കൊന്നു. കുതിരകൾ ചത്തുവീണു. ഭാനുഗോപൻ തളർന്നില്ല. അവൻ മറ്റൊരു രഥത്തിലേറി ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി. വരുണാസ്ത്രം തൊടുത്തുവിട്ടു. വീരബാഹു അസ്ത്രത്തെ എതിരിടുന്നതിന് ആഗ്നേയാസ്ത്രം അയച്ചു. അസുരൻ വായവ്യാസ്ത്രം പ്രയോഗിച്ചപ്പോൾ വീരബാഹു നാഗാസ്ത്രം അയച്ചു. നാഗങ്ങൾ ഫണങ്ങൾ വിടർത്തി അതിവേഗം വായവ്യാസ്ത്രത്തെ ഭക്ഷിച്ചു. ഉടനെ അസുരപുത്രൻ ഗരുഡാസ്ത്രം പ്രയോഗിച്ചു. ഗരുഡൻ ചിറകടിച്ചുയർന്ന് നാഗങ്ങളെ ഭക്ഷിച്ച് വീരബാഹുവിൻ്റെ അടുത്തെത്തി. ഉടനെ വീരബാഹു വൃഷഭാസ്ത്രം തൊടുത്തയച്ചു. കുളമ്പുകൾ കൊണ്ട് അടിച്ചും കൊമ്പുകൾ കൊണ്ട് കുത്തിയും വൃഷഭാസ്ത്രം ഗരുഡാസ്ത്രത്തോട് ഏറ്റുമുട്ടി. എല്ലാ അസ്ത്രങ്ങളും പരാജയപ്പെട്ടപ്പോൾ പഞ്ചാക്ഷര മന്ത്രം ഉരുവിട്ടുകൊണ്ട് ഭാനുഗോപൻ പാശുപതാസ്ത്രം അയച്ചു. ശിവനാമധേയമുള്ള ആ ദിവ്യാസ്ത്രത്തെ നേരിടാൻ മറ്റൊരു അസ്ത്രത്തിനും കഴിയില്ല. പരമശിവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പാശുപതാസ്ത്രം തന്നെ പ്രയോഗിച്ചു. പാശുപതാസ്ത്രങ്ങൾ ഇരുഭാഗത്തു നിന്നും പാഞ്ഞെടുത്തു. രണ്ടും സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്നതിന് ശക്തിയുള്ള അസ്ത്രങ്ങളാണ്. അവ പ്രയോഗിച്ചവരുടെ അടുത്തേക്ക് തന്നെ മടങ്ങാതിരുന്നാൽ ലോകം നശിക്കും. അത് ഉണ്ടാകാതിരിക്കുവാൻ ദേവന്മാർ പരമശിവനെയും മുരുകനെയും സ്തുതിച്ച് ലോകത്തെ പരിപാലനം ചെയ്യാൻ അപേക്ഷിച്ചു. അസ്ത്രങ്ങൾ പ്രയോഗിച്ചവരുടെ ആവനാഴിയിലേക്ക് തന്നെ പ്രവേശിച്ചു. ഈ യുദ്ധത്തിൽ ജയിക്കുക അസാധ്യമാണ്. ഭാനുഗോപന്റെ മനസ്സിൽ ഭയം വളർന്നു. ബുദ്ധിമാനായ അസുരൻ മായാപ്രയോഗത്താൽ മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് മറഞ്ഞ് ആകാശത്തിൽ ഒളിച്ചു. ഭാനുഗോപനെ കാണാനില്ല. വാർത്ത പരന്നു. സൂര്യഭഗവാൻ ആകാശത്തിൽ ഒളിച്ചു കഴിയുന്ന അസുരനെ കണ്ട് ഭയപ്പെട്ടു. ഭൂതഗണങ്ങൾ അസുരന്റെ തിരോധാനം പരാജയമാണെന്ന് കരുതി ആർത്തുല്ലസിച്ചു. താനിന്ന് അസുരന്മാരുടെയും ദേവന്മാരുടെയും പരിഹാസപാത്രമാണ്. വീരബാഹുവിനെ ജീവനോടെ വിട്ടാൽ തനിക്ക് പിന്നെ എന്തു വില? ഭാനുഗോപൻ ഏത് മാർഗം പ്രയോഗിച്ചും ശത്രുവിനെ കീഴ്പ്പെടുത്താൻ തീരുമാനിച്ചു. മായാപ്രയോഗം കൊണ്ട് മാത്രമേ അവനെ പരാജയപ്പെടുത്താൻ കഴിയൂ. അതിന് മുത്തശ്ശി വാത്സല്യപൂർവ്വം തന്ന മായാസ്ത്രം ഉപയോഗിക്കാം. അസുരൻ മായാസ്ത്രം കയ്യിലെടുത്ത് മായാദേവിയെ മനസ്സിൽ വിചാരിച്ച് പ്രയോഗിച്ചു.
വീരന്മാരും ഭൂതഗണങ്ങളും മായാമോഹാസ്ത്രമേറ്റ് മോഹനിദ്രയിലമർന്നു. എന്നാൽ അസ്ത്രത്തിന് അവരുടെ ജീവൻ എടുക്കുവാൻ കഴിഞ്ഞില്ല. മോഹാലസ്യപ്പെട്ട് വീണു കിടക്കുന്ന സകലരെയും അസുരൻ നാഗപാശത്താൽ വരിഞ്ഞു കെട്ടി സമുദ്രത്തിലാഴ്ത്തി. എന്നിട്ട് പിതാവിൻ്റെ അടുത്തേക്ക് ഭാനുകോപൻ വീരവാദം മുഴക്കി ചെന്നു. പിറ്റേന്ന് ബാലനെ, അതായത് മുരുകനെ, യുദ്ധത്തിൽ ജയിച്ച് ബ്രഹ്മാവ് മുതലായ ദേവന്മാരെ ബന്ധനസ്ഥരാക്കുന്നതാണെന്ന് ആക്രോശിച്ചു. അസുരരാജൻ അത് കേട്ടപ്പോൾ സന്തോഷമായി. പുത്രന്റെ കഴിവുകളിൽ പിതാവ് അഭിമാനം കൊണ്ടു. മുരുകനെ നിഗ്രഹിച്ച് ദേവന്മാരെ അടിമകളാക്കി കൊണ്ടുവരാൻ അസുരേന്ദ്രൻ പുത്രനെ അനുഗ്രഹിച്ചു. ഭാനുകോപൻ കൊട്ടാരത്തിലേക്ക് മടങ്ങി. ഇത് നാരദ മഹർഷി വിവരം അറിഞ്ഞു. മഹർഷി ഇന്ദ്രാദി ദേവന്മാരെ കൂട്ടി മുരുകദേവന്റെ അടുത്തെത്തി വീരബാഹുവിൻ്റെയും ഭൂതഗണങ്ങളുടെയും ദുരന്തത്തെക്കുറിച്ച് ഉണർത്തിച്ചു. മുരുകൻ ദേവന്മാരെ സമാധാനിപ്പിച്ചു. എന്നിട്ട് ശക്തിവേൽ കയ്യിലെടുത്ത് ആജ്ഞ നൽകി, വീരസേനകളെ മായാ അസ്ത്രത്തിൽ നിന്നും വിമുക്തരാക്കി കൂട്ടിക്കൊണ്ടു വരിക. അപ്പോൾ ശക്തിവേൽ ചൈത്രയാത്ര പുറപ്പെട്ട് ശുദ്ധോദക സമുദ്രത്തെ പ്രാപിച്ചു. കോടി സൂര്യപ്രകാശത്തോടെയുള്ള വേലായുധം കണ്ട് സമുദ്രദേവത ഭയന്ന് വിറച്ചു. അപ്പോൾ മായപ്പടയെ എങ്ങനെ വെല്ലുവാൻ കഴിയാത്തത് കൊണ്ട് സംഭവിച്ചു പോയതാണ്, ക്ഷമിക്കുക. വീരന്മാർക്കും ഭൂതഗണങ്ങൾക്കും ഒരാപത്തും സംഭവിച്ചിട്ടില്ല. സമുദ്രദേവത ശക്തിവേലായുധത്തെ നമസ്കരിച്ചുകൊണ്ട് അറിയിച്ചു. ശക്തിവേൽ സമുദ്രദേവതയോട് പൊറുത്തു. വീരന്മാരെയും ഭൂതഗണങ്ങളെയും മോഹാലസ്യത്തിൽ നിന്ന് ഉണർത്തി രക്ഷിച്ചു. അവരോട് മുരുകസന്നിധിയിൽ എത്തിച്ചേരാൻ അരുളി ചെയ്തിട്ട് മടങ്ങി. അപ്പോഴേക്കും ഉണർന്നെഴുന്നേറ്റ വീരബാഹുവും വീരന്മാരും ഭൂതഗണങ്ങളും ഭാനുകോപനെ കാണുവാൻ തീർച്ചയാക്കി. എല്ലാവരും ചേർന്ന് ഭാനുകോപന്റെ കൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചു. ചതിപ്രയോഗത്താൽ മായാസ്ത്രം കൊണ്ട് തങ്ങളെ മയക്കിയ ഭാനുകോപനെ വെറുതെ വിട്ടുകൂടാ. അവന്റെ നഗരം കൊള്ളയടിക്കണം, തീ വെച്ച് നശിപ്പിക്കണം. അപ്പോൾ അസുരൻ പുറത്തു വരികയും ചെയ്യും. അവനോട് പൊരുതണം, അവനെ വധിക്കണം. വീരബാഹു ശപഥം ചെയ്ത് മുന്നേറി. കൂടെ ഭൂതഗണങ്ങളും. മഹാനഗരത്തിന്റെ മുഖ്യ ഗോപുരത്തിലെത്തി മായയുടെ പുത്രൻ വ്യാഘ്രമുഖനായിരുന്നു കോട്ടയുടെ കാവൽക്കാരൻ. വലിയൊരു സൈന്യം അവിടെ ഉണ്ടായിരുന്നു. ഭൂതസേനകളും അസുരസേനകളും തമ്മിൽ ഏറ്റുമുട്ടി. അസുരന്മാർ നിരവധി കാലപുരി പ്രാപിച്ചു. വ്യാഘ്രമുഖൻ കുപിതനായി ഭൂതപ്പടയുടെ നേരെ പാഞ്ഞെടുത്തു. സിംഹൻ എന്ന ഭൂതപ്പട തലവൻ അവനോട് ഏറ്റുമുട്ടി. രണ്ടുപേരുടെയും ശൂലങ്ങൾ മുറിഞ്ഞ് നിലം പതിച്ചു. സിംഹൻ വ്യാഘ്രമുഖനോട് മല്ലയുദ്ധം ചെയ്ത് അവനെ നിഗ്രഹിച്ചു. തുടർന്ന് വീരബാഹുവിന്റെ നേതൃത്വത്തിൽ ഭൂതസേനകളെല്ലാം ചേർന്ന് മഹാഗോപുരം പിഴുതെടുത്ത് നഗരമധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അസുര നഗരം അവശേഷിക്കരുത്, വീരബാഹു തീരുമാനിച്ചു. അവൻ ആഗ്നേയാസ്ത്രം തൊടുത്തുവിട്ടു. അഗ്നി ആളിപ്പടർന്നു. തീ ശക്തിയോടെ ജ്വലിക്കുവാൻ വായവ്യാസ്ത്രവും പ്രയോഗിച്ചു. നിമിഷനേരം കൊണ്ട് നഗരം വെന്തു വെണ്ണീറായി തീർന്നു. ശൂരപത്മാവിന്റെ ചാരന്മാർ വിവരങ്ങളെല്ലാം അറിയിച്ചു. പുത്രൻ സമുദ്രത്തിൽ കെട്ടിത്താഴ്ത്തിയ വീരന്മാരും ഭൂതപ്പടയും അസുര നഗരം നശിപ്പിച്ചിരിക്കുന്നു. ശൂരപത്മൻ കുപിതനായി വിറച്ചുകൊണ്ട് അലറി മേഘങ്ങളോട് വർഷം ചൊരിയാൻ ആജ്ഞാപിച്ചു. വീരമഹേന്ദ്രപുരിയിൽ പെയ്ത പേമാരിയിൽ തീ കെട്ടടങ്ങി. വീരബാഹുവിന് വിസ്മയം. മഴയും മായയാണോ? അതെ, മറുപടി പറഞ്ഞത് നാരദ മഹർഷിയാണ്. ശൂരപത്മാസുരന്റെ കൽപ്പന പ്രകാരം പ്രളയകാല മേഘങ്ങൾ വർഷിച്ചതാണ്. അതുകൊണ്ട് പ്രത്യസ്തത്രമായി ബടവാഗ്നി അയക്കുക, നാരദൻ ഉപദേശിച്ചു. വീരബാഹു നാരദന്റെ ഉപദേശം സ്വീകരിച്ചു. അങ്ങനെ ജലം വറ്റി വരണ്ടു. മേഘങ്ങളുടെ ബലം ക്ഷയിച്ചു. ശൂരപത്മാസുരൻ കോപം കൊണ്ട് ജ്വലിച്ചു. വീരബാഹുവിനെയും സൈന്യത്തെയും നശിപ്പിച്ച് മുരുകനെ വധിക്കാൻ വേണ്ടി തന്നോടൊപ്പം യുദ്ധത്തിനൊരുങ്ങാൻ സൈന്യാധിപന്മാർക്ക് അസുര ചക്രവർത്തി ആജ്ഞ നൽകി. പിതാവിന്റെ ആജ്ഞ കേട്ട് പുത്രൻ ഹിരണ്യൻ ഞെട്ടി. അവന് സഹതപിക്കാനല്ലേ കഴിയൂ. പിതാവ് ചെവിക്കൊണ്ടില്ല എങ്കിലും സത്യം സൂചിപ്പിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അവൻ പിതാവിന്റെ അടുത്ത് ചെന്നു. ദേവന്മാരെ വിമുക്തരാക്കൂ, ശ്രീ മുരുകന്റെ കാൽക്കൽ അഭയം പ്രാപിക്കൂ, ബാലൻ നിസാരനാണെന്ന ചിന്ത ഉപേക്ഷിക്കൂ. മായാവിയായ ക്രൗഞ്ചനെയും സഹോദരനായ താരകനെയും നിഗ്രഹിച്ചിട്ടും ഒന്നും മനസ്സിലാകാത്ത പോലെ പ്രവർത്തിക്കുന്നത് ശരിയല്ല. ഹിരണ്യൻ പിതാവിനെ ഓർമ്മിപ്പിച്ചു. ഇത് കേട്ടപ്പോൾ പിതാവിന്റെ കോപം ഇരട്ടിച്ചു. തന്റെ വീര്യവും ബലവും മരണമില്ലാത്ത അവസ്ഥയും അറിഞ്ഞിട്ടും പുത്രൻ ഇപ്രകാരം പുലമ്പുന്നത് സഹിക്കാൻ പത്മാസുരന് കഴിഞ്ഞില്ല. നിർത്തൂ, എനിക്ക് നിന്റെ നീതിസാരം കേൾക്കണ്ട. ശൂരപത്മാവ് അട്ടഹസിച്ചു. പുത്രൻ പിന്നെ ശബ്ദിച്ചില്ല. പിതാവിനോട് മാപ്പ് ചോദിച്ച് ശത്രുവിനെ നേരിടാൻ ഒരുങ്ങി. അതിനുള്ള അനുവാദത്തിന് അപേക്ഷിച്ചു. വിജയം വരിച്ചു വരിക. ശൂരപത്മൻ ഹിരണ്യനെ അനുഗ്രഹിച്ച് പടക്കളത്തിലേക്ക് അയച്ചു. 1000 സിംഹങ്ങളെ പൂട്ടിയ രഥത്തിൽ ഹിരണ്യൻ യുദ്ധത്തിന് പുറപ്പെട്ടു. കൂടെ ധാരാളം സൈനികരും. വിജയപേരി മുഴക്കി ഹിരണ്യൻ വീരബാഹുവിന്റെ നേരെ കുതിച്ചു. ഇരുവരും യുദ്ധം ആരംഭിച്ചു. നിരവധി അസുരന്മാർ ശിരസറ്റു വീണു. ഹിരണ്യന്റെ അസ്ത്രങ്ങളേറ്റ് ഭൂതസൈന്യത്തിനിടയിലും പരിഭ്രാന്തി പരന്നു. പെട്ടെന്ന് ഭൂതസേനാ നായകൻ നീലൻ ഹിരണ്യന്റെ നേർക്ക് പാഞ്ഞെടുത്തു. ഹിരണ്യൻ അയച്ച ശൂലമേറ്റ് നീലൻ തളർന്നു. ഉടനെ അടുത്തു നിന്നിരുന്ന സാലവൃക്ഷം പറിച്ചെടുത്ത് അസുരന്റെ രഥം
തകർക്കുകയും മറ്റൊരു രഥത്തിലേറി നിമിഷങ്ങൾക്കകം അവൻ വീണ്ടും പടക്കളത്തിലെത്തുകയും ചെയ്തു. അത് നീലന് സഹിച്ചില്ല. നീലൻ തേരിൽ നിന്ന് അവനെ താഴേക്ക് വലിച്ചിട്ട് നെഞ്ചിൽ തുരുതുരെ അടിച്ച് കാലിങ്ങനെ ചുറ്റിപ്പിടിച്ച് അവനെ മേലോട്ടെറിഞ്ഞു. അസുരൻ നിലം പതിക്കുന്നത് പോലെ ഭാവിച്ച് വീണ്ടും ആകാശത്തേക്ക് ഉയർന്ന് നീലനെ പോരിന് വിളിച്ചു. രണ്ടുപേരും ആകാശത്തെ യുദ്ധം തുടങ്ങി. യുദ്ധത്തിൽ മുറിവേറ്റ് നീലൻ നിലം പതിച്ചു. ഉടനെ വീരബാഹു ഹിരണ്യനോട് ഏറ്റുമുട്ടി. അവൻ 1000 ബാണങ്ങൾ വീരബാഹുവിൻ്റെ നേർക്ക് അയച്ചു. ബാണങ്ങളെല്ലാം വീരബാഹുവിൻ്റെ ശരീരത്തിൽ തട്ടി മുനയൊടിഞ്ഞ് നിഷ്ഫലമായി. തൻ്റെ മരണം സുനിശ്ചിതമാണ്. മുരുകൻ പിതാവിനെയും വധിക്കും. അദ്ദേഹത്തിന് കണക്കറ്റ് മക്കളുണ്ടെങ്കിലും അതിൽ ആരും രക്ഷപ്പെടാനിടയില്ല. അതുകൊണ്ട് പിതൃകർമ്മങ്ങൾ ചെയ്യുന്നതിന് ഒരുവനെങ്കിലും അവശേഷിക്കേണ്ടത് ആവശ്യമാണ്. പിതൃകർമ്മം നടത്തി ആത്മാവിന് ഗതി വരുത്തുവാൻ നിശ്ചയിച്ച് ഹിരണ്യൻ ഉടൻ മായയാൽ മത്സ്യരൂപം ധരിച്ച് സമുദ്രത്തിലേക്ക് ചാടി ഒളിച്ചു. ഹിരണ്യൻ ഒളിച്ചോടിപ്പോയ വാർത്ത പരന്നു. ഭൂതഗണങ്ങൾ വീരബാഹുവിൻ്റെ വിജയത്തിൽ സന്തോഷിച്ച് നൃത്തം ചെയ്തു. ശൂരപത്മനാവട്ടെ അപമാനഭാരത്താൽ തല താഴ്ത്തി സിംഹാസനത്തിൽ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ മുരുക ഭഗവാന്റെ അതിമനോഹരമായ കഥയുടെ 7ാമത്തെ ഭാഗമാണ് ഇവിടെ പറഞ്ഞു നിർത്തുന്നത്. ഇനി ഒരു ഭാഗം കൂടിയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കഥകൾ കേൾക്കുക, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഈ വരുന്ന 27-ാം തീയതി മഹാസ്കന്ദഷഷ്ഠിയാണ്. അപ്പോൾ എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കുക. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.